ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ക്ഷമിക്കണം, കുറച്ച് വൈകിപ്പോയി. ചർച്ച തുടരാം. നമ്മൾ ഗൗരഭാഗവതം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു നൽകിയ ശിക്ഷണങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം രൂപഗോസ്വാമിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, പിന്നെ സനാതൻ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. സനാതൻ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ കുറച്ച് ഭാഗം നമ്മൾ ചർച്ച ചെയ്തു ഉച്ചയ്ക്കും വൈകുന്നേരത്തുമായിട്ട്. അതിന് ശേഷം ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് നമുക്ക് നോക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് ഗുരുപ്രണാമ മന്ത്രങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം च. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമചാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ. ശ്രീവാസവാനവി ദേവി ദേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരദ്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതിർഗതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാദപേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനേർഗോപിർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे. ओकं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण. चर्चा നമുക്ക് തുടരാം.
ഹരേ കൃഷ്ണ. ഇന്നലെ വൈകുന്നേരത്തെ ചർച്ചയിൽ നമ്മൾ ശരീരബോധം എന്താണെന്ന് നമ്മൾ പഠിച്ചു, മായ എന്താണെന്ന് പഠിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. സർവജ്ഞൻ എന്ന് പറഞ്ഞ ഒരു ജ്യോത്സ്യൻ്റെ കഥ നമ്മൾ പഠിച്ചു. ഭക്തി എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും സുഖഭോഗങ്ങളോടുള്ള താല്പര്യം, പേര്, പ്രശസ്തി, അംഗീകാരത്തിനോടുള്ള താല്പര്യം, ജീവിതം മടുത്തിട്ട് മോക്ഷത്തിലേക്ക് പോകാനുള്ള ഒരാഗ്രഹം, ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതായത് ഭുക്തി, മുക്തി, സിദ്ധി ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ഭക്തി, ഭഗവാന്റെ സേവനം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഭഗവാനെ എങ്ങനെ സമീപിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം, ശാസ്ത്രങ്ങളുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്. വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യരെ ഭക്തിയുടെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് വേദങ്ങളുടെ ലക്ഷ്യം. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുക എന്നതാണ്. അതിനുള്ള വഴികളാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു നൽകുന്നത്. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ഊഹാപോഹങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പല പല സിദ്ധികൾ നേടാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും നമ്മളെ ഭക്തിയുടെ പുരോഗതിയിലേക്ക് എത്തിക്കത്തില്ല. അതായത് വീണ്ടും പറയുന്നു, ഭുക്തി, മുക്തി, സിദ്ധി ഇതൊന്നും നമ്മളെ യഥാർത്ഥത്തിൽ ഭക്തിയിൽ ഉയർത്തത്തില്ല. ഭഗവാൻ കൃഷ്ണൻ ഭക്തർക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഒരു മിനിറ്റ്, ശ്രീമദ് ഭാഗവത്തിലെ ഒരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാതെ. പതിനൊന്നാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം. പതിനൊന്നാമത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം കേട്ടോ. നമുക്ക് നോക്കാം ശ്ലോകം. ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ഉപദേശങ്ങളാണ്. അതിൽ 20-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ന സാധ്യതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപസ്ത്യാഗോ യഥാ ഭക്തി മമോർജിത. ഇവിടെ പറയുന്നു, പരിശുദ്ധ ഭക്തിയിലൂടെ മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയൂ എന്ന് ഭഗവാൻ പറയുന്നു. ആ പരിശുദ്ധ ഭക്തിയിലൂടെ ഭക്തർ എന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നു. പക്ഷേ അഷ്ടാംഗ യോഗത്തിലൂടെയോ ശാസ്ത്ര പഠനത്തിലൂടെയോ തപശ്ചര്യകൾ ചെയ്തുകൊണ്ടോ വിരക്തിയിലൂടെ ഒന്നും എന്നെ പ്രാപിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഭക്തിയിലൂടെ ഭക്തർ എന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നു എന്ന് ഭഗവാൻ പറയും.
എന്നാലോചിച്ച് നോക്കണേ. എന്നാൽ ഇതിൽ നിന്ന് വ്യക്തമാണ് ഭഗവാൻ ഭക്തരുടെ അധീനതയിലാണ്. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞ പരിശുദ്ധ ഭക്തരുടെ ജീവനാണ്. ഒരു വ്യക്തി ഏറ്റവും താഴ്ന്ന കുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ഭക്തനാണെങ്കിൽ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതനാവും. പിന്നെ അടുത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കൃഷ്ണപ്രേമം ലഭിക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യം തീരുമെന്നോ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി, അതല്ല നമ്മുടെ ഭക്തിയുടെ ലക്ഷണം. ഭക്തിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമം തന്നെയാണ്. അതിന് പകരമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഭക്തിയുടെ പരമലക്ഷ്യം കൃഷ്ണപ്രേമമാണ്. കൃഷ്ണപ്രേമത്തിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ നമ്മുടെ ഭൗതിക സ്ഥിതി മെച്ചപ്പെടുമെന്നോ നമ്മൾ കൂടുതൽ പ്രശസ്തരാകൂ എന്നോ അതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കെല്ലാം ഒരു അവസാനം കിട്ടും എന്നുമല്ല. നമ്മുടെ ഭൗതിക സുഖഭോഗങ്ങൾ വർദ്ധിക്കും എന്നല്ല. നമ്മുടെ കൃഷ്ണഭക്തിയുടെ ലക്ഷ്യം കൃഷ്ണനാണ്, ഭഗവാനാണ്, ഭഗവാന്റെ സേവനമാണ്. ഇതാണ് നമ്മൾ, ഈ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ ശാസ്ത്രങ്ങളും. അതായത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് വേദേഷു സർവേർ അഹമേവ വേദ്യോ. ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്, വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദങ്ങൾ പഠിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. എന്താ? പരിശുദ്ധ ഭക്തി മാത്രമേ ഭഗവാന് ഇഷ്ടമായിട്ടുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മൾ ഭഗവാനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭഗവാനെ പിടിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധ ഭക്തി വേണം. വേറെ ഒരു വഴിയിലൂടെയും നമുക്ക് ഭഗവാനെ പിടിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇതെല്ലാം ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആരാധ്യ യോഗ്യമായിട്ട് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഭഗവാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പരമോന്നതമായിട്ട് നമ്മൾ ആരാധിക്കേണ്ടത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ചൈതന്യ മഹാപ്രഭു പറയുന്നു, പല പല ഗ്രന്ഥങ്ങളിലും പല പല ദേവ ആരാധനകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്സ് മാത്രമാണ്. അതൊക്കെ കൂടുതൽ നമ്മളെ സംഭ്രമത്തിലാക്കും. ഇത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ പല പല കാര്യങ്ങളും പഠിക്കുമ്പോൾ അവിടെ പല പല ദേവ ആരാധനകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ അർത്ഥം അവരെ ബഹുമാനിക്കരുത്, ആദരവ് കൊടുക്കേണ്ട എന്നല്ല, അവരെ അവഗണിക്കുക എന്നതല്ല. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധനയാണ് ഏറ്റവും പരമോന്നത ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ദേവന്മാർ പോലും ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പിയാൻ നിൽക്കുന്നു. ശാസ്ത്രങ്ങളെ നമ്മൾ നേരെ ചൊവ്വെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ആരാധന തന്നെയാണ് പല രീതിയിലും അവിടെ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവി ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ പറയുന്നുണ്ട് ദേവന്മാരും ദുർഗാദേവി, ഭദ്രകാളി ദേവി ഇതെല്ലാം ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ ശക്തിയാണെന്നും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദേവന്മാരെല്ലാം ഭഗവാന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മാത്രമാണ്, ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു പല രീതിയിലും. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു ആരാധനയല്ല. ഭഗവാന്റെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ആ ദേവന്മാരെ ആരാധിക്കുന്നത് ഭഗവാന്റെ ആരാധനയായിട്ട് മാറുന്നില്ല. അവരെ ആരാധിക്കുമ്പോൾ അവർ തരുന്ന അനുഗ്രഹവും ഭഗവാന്റെ സാങ്ഷനോട് കൂടിയാണ് ലഭിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഒരു ആപ്ലിക്കേഷൻ ഒരു പിയൂണിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ
യഥാർത്ഥത്തിൽ ആ ആപ്ലിക്കേഷൻ പിയൂൺ അല്ലല്ലോ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ പിയൂണ് അതിൻ്റെ മെയിൻ ഓഫീസിലെ മെയിൻ ഉദ്യോഗസ്ഥൻ്റെ കൊടുക്കുന്നു. ആ ഉദ്യോഗസ്ഥനാണ് ഡിസിഷൻ എടുക്കുന്നത്. അതേപോലെ നമ്മൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന ദേവന്മാരിലൂടെ ആയിരിക്കും. പക്ഷെ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി പോകേണ്ടത് ഭഗവാന്റെ അടുത്താണ്. ഭഗവാന്റെ അടുത്തുനിന്ന് അപ്രൂവൽ ഇല്ലാതെ ആർക്കും ഒരു ദേവനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് ഓൾറെഡി ആ ബന്ധം ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീമദ് ഭാഗവതം 11-ാമത്തെ സ്കന്ധം 21-ാമത്തെ അധ്യായത്തിലെ 42-43 ശ്ലോകങ്ങളിൽ പറയുന്നു, വേദങ്ങളിലൂടെ പറയുന്ന പല പല വഴികളും ആരാധന രീതികളെല്ലാം പരോക്ഷമായിട്ട് ഭഗവാന്റെ ആരാധനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അന്നേരം എന്തുകൊണ്ട് പിന്നെ ഈ ദേവ ആരാധനയെക്കുറിച്ച് അത് ഈ പറയുന്നു? ഈ പിന്നെ ഭഗവാന്റെ ആരാധനയെക്കുറിച്ച് തന്നെ പ്രത്യക്ഷത്തിൽ എല്ലായിടത്തും പറഞ്ഞാൽ പോരായിരുന്നു, പരോക്ഷമായിട്ട് എന്തിനാ പറയുന്നത്? അവരിവിടെ പറയുന്നു, താഴ്ന്ന ഗുണങ്ങളുള്ള വ്യക്തികൾക്കാണ് മറ്റ് ദേവത ആരാധന. തമോ ഗുണത്തിലും രജഗുണത്തിലും ഉള്ള വ്യക്തികൾ, അവർക്ക് പൂർണ്ണമായിട്ടും സാത്വിക ജീവിതം നയിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് അന്യദേവത ആരാധന. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർന്ന് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തി അവർ വിഷ്ണു ആരാധനയിലേക്ക് എത്തണം, കൃഷ്ണ ആരാധനയിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ്, അന്നേരം ആ ഒരു ക്രമേണ പുരോഗമിക്കാൻ വേണ്ടിയാണ് അന്യദേവത ആരാധനകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില വ്യക്തികൾ ഈശ്വരന് രൂപം ഇല്ല എന്നുള്ള രീതിയിലേക്ക് ഊഹാപോഹങ്ങൾ കാണിച്ച് അവർ ഭഗവാന്റെ നിരാകാര രൂപത്തെ ആരാധിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതും ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ മായയിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ബ്രഹ്മ ഉപാസനയെ കുറിച്ച് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് മായ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരിശുദ്ധ ഭക്തിയിലേക്ക് തിരിയാൻ കഴിയും. ഇത് ഭഗവത്ഗീത 7-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് നോക്കാം. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവൈതി സ മഹാത്മാ സുദുർലഭം. അതായത് ജ്ഞാനത്തിന്റെ മാർഗത്തിൽ കുറെ ജന്മങ്ങൾ സഞ്ചരിച്ച വ്യക്തി ഒടുവിൽ മനസ്സിലാക്കുന്നു ഞാനാണ് സർവസ്വം എന്ന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദേവ ആരാധനയിലൂടെയും എത്തേണ്ടത് ഭഗവാന്റെ അടുത്താണ്, ജ്ഞാനമാർഗത്തിലൂടെ എത്തേണ്ടത് ഭഗവാന്റെ അടുത്താണ്. അവിടെ തന്നെ നമ്മൾ ആദ്യമേ എത്തുന്നതല്ലേ ഏറ്റവും ഉത്തമം എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ ആയതുകൊണ്ട് ഇത് പറയുന്നതല്ല, ഇതാണ് ശാശ്വതമായിട്ടുള്ളത്. കാരണം ദേവന്മാരെ ആരാധിക്കുന്നത് എപ്പോഴും അവരവരുടേതായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അന്നേരം ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും പരമോന്നതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ്. മോക്ഷത്തിനും അപ്പുറത്താണ് ഭഗവാന്റെ സേവനം. ഇനി അടുത്ത ഭാഗത്ത് ചൈതന്യ മഹാപ്രഭു ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഭഗവാൻ അസംഖ്യം രൂപങ്ങളുണ്ട്, അസംഖ്യം ശക്തികളുണ്ട്. അന്നേരം ഇവിടെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഭഗവാന് അന്തരംഗ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്, തടസ്ഥ ശക്തിയുണ്ട്. ഭഗവാൻ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും അധീപനാണ്, എല്ലാത്തിന്റെയും സ്രോതസ്സുമാണ്, അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഭഗവാനെ ആശ്രയ തത്വം എന്ന് പറയും. ആശ്രയ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാം
വൈകുണ്ഠ ലോകവും ഭൗതിക ലോകവും ആരെയാണോ ആശ്രയിക്കുന്നത്, എല്ലാ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളും, അതായത് ഈ പ്രപഞ്ചം എല്ലാം, അതുകൂടാതെ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങൾ എല്ലാം, എല്ലാ ജീവാത്മാക്കളും ഉൾപ്പെടെ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ആശ്രയ തത്വം എന്ന് പറയും. എന്നിട്ട് കൃഷ്ണൻ ഒഴികെ, ശ്രീകൃഷ്ണ ഭഗവാൻ ഒഴികെ ബാക്കി എല്ലാത്തിനെയും ആശ്രിത തത്വം എന്ന് പറയും. അതായത് ആശ്രയിച്ചിരിക്കുന്ന സത്യം. ഭഗവാനെ എല്ലാവരും ആശ്രയിക്കുന്നു, ബാക്കി എല്ലാവരും, ഭഗവാൻ എല്ലാവർക്കും ആശ്രയം നൽകുന്നു. എല്ലാം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു, എന്നിട്ട് ഭഗവാൻ എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നു. ഭഗവാൻ കൃഷ്ണനില്ല എങ്കിൽ ഇതൊന്നുമില്ല. ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആശ്രയ തത്വ, ആശ്രിത തത്വം. അന്നേരം പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ എല്ലാം ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ സത്സംഗത്തിൽ പല പ്രാവശ്യം നൽകിയ ഉദാഹരണമാണ്, ഒരു ട്രെയിനിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ബോഗികളും യഥാർത്ഥത്തിൽ ആ ഇഞ്ചിനെ ആശ്രയിച്ചിട്ടിരിക്കുകയാണ്. ഇഞ്ചൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് എല്ലാ ബോഗികളും അനങ്ങുന്നത്. അത് ഏറ്റവും ലാസ്റ്റിലെ ബോഗിയാണെങ്കിലും ഇഞ്ചിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ബോഗിയാണെങ്കിലും എല്ലാം ആ ഇഞ്ചിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അന്നേരം ഏറ്റവും പുറകിലുള്ള വ്യക്തിക്ക് ഇഞ്ചിനെ കാണാൻ കഴിയില്ല, ആ വ്യക്തിക്ക് തൊട്ടടുത്തുള്ള ബോഗിയെ കാണാൻ കഴിയും. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാം ഭഗവാൻ കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് പറയുന്നു, ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞില്ലേ, ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് ഇവിടെ ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ച് പറയുമ്പോഴായിരിക്കും വ്യക്തത കിട്ടുന്നത്. അത് കൂടാതെ ഭഗവാൻ ഭക്തനായിട്ടുള്ള ഭാവത്തിൽ വന്നിരിക്കുകയാണ്. ഭഗവാന്റെ ഏറ്റവും പരമോന്നത ഭക്തയായ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അന്നേരം ഒരേ സമയത്ത് ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനുമാണ്, രാധാറാണിയുമാണ്. അതുകൊണ്ട് ഇതിനപ്പുറം ഒരു അറിവ് നമുക്ക് വേറെ ഇനി കിട്ടാനില്ല. അതായത് ഭഗവത്ഗീതയെ പോലൊരു ഗ്രന്ഥം വേറെ ഉണ്ടോ? വേറെ ഒന്നുമില്ല. ശ്രീമദ് ഭാഗവത്തെ പോലൊരു ഗ്രന്ഥം വേറെ ഉണ്ടോ? ഇല്ല. രണ്ടും ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഭഗവാൻ കൃഷ്ണൻ സ്വയം പറയുന്നു, ഇനി ഭഗവാന്റെ ലീലകൾ വ്യാസമഹർഷി തന്നെ, ഭഗവാൻ തന്നെ വീണ്ടും എഴുതുകയാണ്. എന്നിട്ട് ഈ ഗീതയും ഭാഗവതവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കണം എന്ന് ഭഗവാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുവാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട്. അന്നേരം ഗീതയും ഭാഗവതവും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ വേണം. ഇല്ലാതെ നമുക്ക് ഗീതയും ഭാഗവതവും മനസ്സിലാക്കാൻ കഴിയില്ല. അത് നമ്മളെ തന്നെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പരമ്പരയിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഗീതയും ഭാഗവതവും ഒക്കെ പഠിച്ച വ്യക്തികളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ടില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിന്താഗതി എല്ലാം മാറുന്നതായിട്ട്, നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളാണ്. അതായത് നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ പല പല ടെക്സ്റ്റ് ബുക്സും കാണും, അല്ലേ? ടെക്സ്റ്റ് ബുക്സിൻ്റെ അടിസ്ഥാനത്തിൽ, റെഫറൻസ് ബുക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ പ്രൊഫസർ വന്ന് ക്ലാസ് എടുക്കുന്നത്. അന്നേരം ആ ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസ് ബുക്ക് എഴുതിയത് ചിലപ്പോൾ വേറൊരു പ്രൊഫസർ ആയിരിക്കും. പക്ഷെ അതേ പ്രൊഫസർ, ആ ബുക്ക് എഴുതിയ അതേ പ്രൊഫസറിൽ നിന്ന് തന്നെ നമ്മൾ ആ ബുക്കിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതല്ലേ ഏറ്റവും ഉത്തമം. അപ്പോഴായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ആഴത്തിൽ ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ, അതും ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തയായ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വന്നിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ച് പറയുന്നു, ഭഗവാന്റെ ഏറ്റവും പരമോന്നത ഭക്തയുടെ ഭാവത്തിൽ പറയുന്നു. അതിനപ്പുറം ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അറിയണോ? ചൈതന്യ മഹാപ്രഭുവിലൂടെ അല്ലാതെ വേറൊരു വഴിയിലൂടെ അറിയാൻ കഴിയില്ല. കാരണം ഭഗവാനെക്കുറിച്ച് ഭഗവാനല്ലേ കൂടുതൽ അറിയൂ. ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ ഭക്തർക്കല്ലേ അറിയൂ. അന്നേരം ഭഗവാൻ, ചൈതന്യ മഹാപ്രഭു എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഭഗവാനുമാണ്, അതേ സമയത്ത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനുമാണ്. കാരണം രാധാറാണിയുടെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഭഗവാനും ഭക്തനും ഒന്നായ ഒരു ഭാവമാണ് ചൈതന്യ മഹാപ്രഭു.
അതിനപ്പുറം നമുക്ക് ഇനി വേറൊരു അറിവ് കിട്ടാനില്ല. ഇത് അൾട്ടിമേറ്റാണ്. ഇതിനപ്പുറം വേറൊരു തത്വം ഇല്ല. ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് ഇതിൽ വിശ്വാസം വരും, അത് സ്വീകരിക്കാൻ പറ്റും. സ്വീകരിച്ചവർക്ക് ഇനിയൊരു ജന്മമില്ല, ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമാണെന്നിരിക്കട്ടെ, ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല, ആ വ്യക്തിയുടെ വീഡിയോസ് കണ്ടു, വ്യക്തിയുടെ ഫോട്ടോ കണ്ടു, നമുക്ക് ആ വ്യക്തിയെ അറിയണമെന്നുണ്ട്. ആ വ്യക്തിയെ അറിയണമെങ്കിൽ കൂടുതൽ അറിയണം, ആ വ്യക്തിയുടെ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയണം, ആ വ്യക്തിയുടെ അതിന് കോൺടാക്ട് നമ്പർ വേണം. പിന്നെ ആ കോൺടാക്ട് നമ്പറിലൂടെ നമുക്ക് ആ വ്യക്തിയുടെ അഡ്രസ്സ് പിടിക്കണം. എന്നിട്ട് ആ വ്യക്തിക്കും സ്വീകാര്യമായിരിക്കണം നമ്മൾ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു ദിവസം പോകുന്നത് പോലെയല്ല, എപ്പോഴും ആ വ്യക്തിയുടെ കൂട്ടത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അന്നേരം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു എന്നെന്നുമായിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ താമസിക്കാൻ പറ്റും. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ഗോലോകത്തിന്റെ വഴി തുറന്നിടുകയാണ് ചൈതന്യ മഹാപ്രഭുവിലൂടെ. അന്നേരം ഇതിൽ പരം നല്ലൊരു ഗോൾഡൻ ചാൻസിന് നമുക്ക് കിട്ടാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ചൈതന്യ മഹാപ്രഭു വീണ്ടും പറയുന്നു, നന്ദമഹാരാജിന്റെ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം. എന്തുകൊണ്ട് ഇവിടെ ദേവകി പുത്രൻ എന്ന് പറയുന്നില്ല? കാരണം അങ്ങനെയാണ്. ദേവകി പുത്രനും വരുന്നത് നന്ദമഹാരാജിന്റെ പുത്രനിൽ നിന്നാണ്. അത് വലിയൊരു ട്വിസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അറിയത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആദ്യം ദേവകി പുത്രനായിട്ട് വന്നു എന്നാണ്. പക്ഷെ ഗോലോക വൃന്ദാവനത്തിൽ എന്നും ഭഗവാൻ കൃഷ്ണൻ യശോദ അമ്മയുടെയും നന്ദമഹാരാജിന്റെയും പുത്രനാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം പരമോന്നതനായിട്ടുള്ള ഈശ്വരൻ അദ്ദേഹം യഥാർത്ഥത്തിൽ നന്ദമഹാരാജിന്റെയും യശോദ അമ്മയുടെയും പുത്രനാണ്. അതേ നന്ദമഹാരാജിന്റെ പുത്രൻ ദേവകി പുത്രനാവുകയാണ്. ഇത് കൺഫ്യൂസ് ആവുന്നെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പിന്നെ അത് കൂടുതൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. അന്നേരം ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നു, നന്ദമഹാരാജിന്റെ പുത്രനായ യശോദാനന്ദനായിട്ടുള്ള അതേ കൃഷ്ണൻ തന്നെയാണ് പരമസത്യം. പരമസത്യം, നിരപേക്ഷ സത്യം, അതിനപ്പുറം വേറൊരു സത്യമില്ല. ആ കൃഷ്ണന്റെ രൂപം സച്ചിദാനന്ദമാണ്, ഒരിക്കലും നശിക്കുന്നില്ല, സർവവും ചിന്മയമാണ്, പിന്നെ ആനന്ദമയമാണ്. ശ്രീമദ് ഭാഗവത്തിൽ 1-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ശ്രോതസ് എന്ന്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. പിന്നെ 1-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാന് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദത എന്ന് പറയുന്നു. ഭഗവാന് 3 തലത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഭഗവാനെ നിരാകാര ബ്രഹ്മമായിട്ട് കാണാൻ കഴിയും, ഭഗവാനെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായിട്ട് ഉപാസിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭഗവാനാണ്. പക്ഷെ ഭഗവാൻ എന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനും ആരാധിക്കാനും യോഗ്യതയില്ലാത്തവർ, ആ തലത്തിലേക്ക് ഉയരാത്തവർ, അതിന് താഴെയുള്ള രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നു. അതായത് പരമാത്മാവായിട്ട് അദ്ദേഹത്തെ ഉപാസിക്കുന്നു. ഇനി പരമാത്മാവായിട്ട് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികൾ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നു. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഭഗവാനാണ്. അത് നമ്മൾ സത്സംഗത്തിൽ ഒരു ഉദാഹരണം നൽകി. ട്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ട്രെയിനിൻ്റെ ലൈറ്റ് കാണുന്നു, പിന്നെ ട്രെയിനിനെ കാണുന്നു, പക്ഷെ ലാസ്റ്റിൽ ട്രെയിനിൻ്റെ ഡ്രൈവറെ കാണുന്നു, അല്ലേ? ഇപ്പം നമ്മൾ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ ആദ്യം ലൈറ്റ് കാണുന്നു, അല്ലേ? ഡ്രൈവറെ നമ്മൾ പെട്ടെന്ന് കാണത്തില്ല, ട്രെയിനിനെയാണ് കാണുന്നത്. പിന്നെ ആയിരിക്കും ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവറിനെ കാണുന്നത്. അതേപോലെ ബ്രഹ്മൻ ലൈറ്റ്, ട്രെയിന് പരമാത്മാവ്, ഭഗവാൻ ട്രെയിൻ ഡ്രൈവർ. ഇത് കൂടാതെ ഒരു ഉദാഹരണം പ്രഭുപാദ്ജി നൽകുന്നു, സൂര്യദേവന്റെ ഉദാഹരണം. സൂര്യരശ്മി ബ്രഹ്മൻ, സൂര്യഗോളം പരമാത്മാവ്, സൂര്യഗോളത്തിനകത്തിരിക്കുന്ന ഭഗവാൻ സൂര്യദേവൻ ഭഗവാൻ. ഇങ്ങനെയാണ് നമ്മൾ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ തപശ്ചര്യകളും, എല്ലാ ധ്യാനവും,
എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും യഥാർത്ഥത്തിൽ ഭഗവാന് വേണ്ടിയുള്ളതാണ്, ഭഗവാന് വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ബ്രഹ്മമായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ, പരമാത്മാവായിട്ട് ഉപാസിക്കുകയാണെങ്കിലും, ഭക്തിയിലൂടെ ഭഗവാനുമായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ, ഇതെല്ലാം ആക്ച്വലി ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. അന്നേരം ബ്രഹ്മ ഉപാസന ജ്ഞാനമാർഗത്തിലൂടെ ഊഹാപോഹങ്ങൾ കൊണ്ട് നമ്മൾ ഇതല്ല അതല്ല, ഈ ഭൗതിക ലോകം ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ജ്ഞാനത്തിലൂടെ ഭഗവാനെ ആരാധിക്കുന്നു, അതാണ് ബ്രഹ്മ ഉപാസന. ഇനി ധ്യാനത്തിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നു, അതാണ് പരമാത്മ ഉപാസന. ഭക്തിയിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നു, അത് ഭഗവത് ഉപാസന, അതാണ് ടോപ്പ് മോസ്റ്റ്. അതുകൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കാം, ധ്യാനത്തിലൂടെ പരമാത്മാവിനെ ഉപാസിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഹയസ്റ്റ് സ്റ്റേജാണ് ഭഗവാനെ ഭഗവാനായിട്ട് ഭക്തിയിലൂടെ ആരാധിക്കുക. ഈ ബ്രഹ്മ ഉപാസന എന്ന് പറഞ്ഞാൽ, ബ്രഹ്മൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ദേഹത്തിൽ നിന്നും നിർഗളിക്കുന്ന രശ്മിയാണ്, അതാണ് ബ്രഹ്മജ്യോതി. ഇനി ഭഗവാൻ ഒരേ സമയത്ത് ഒരിടത്തുകൊണ്ട് സർവ്വവ്യാപിയായിട്ടിരിക്കുക. അന്നേരം ഭഗവാന്റെ തന്നെ അടുത്തൊരു രൂപമാണ് പരമാത്മ രൂപം. അന്നേരം ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ദേഹത്തിൽ നിന്ന് വരുന്ന ഒരു രശ്മിയാണ്, സർവചരാചരങ്ങളിലും വ്യാപിക്കുന്ന ഒരു രശ്മിയാണ്, അതിലാണ് എല്ലാം നിലനിൽക്കുന്നത്. അതേപോലെ ഭഗവാൻ തന്നെ പിന്നെ സർവചരാചരങ്ങളുടെ ഉള്ളിലും പരമാത്മാവായിട്ട് നിലനിൽക്കുന്നു. ഇത് രണ്ടും ഭഗവാന്റെ പ്രത്യേക ഫീച്ചേഴ്സാണ്, ഭഗവാന്റെ ശക്തികളാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഐശ്വര്യമാണ്. ഉദാഹരണത്തിന് ഒരു ചെലന്തിയിൽ നിന്ന് ചെലന്തി വല ഇങ്ങനെ വീശി, ഇങ്ങനെ ചെലന്തി വല ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക ചെലന്തി, അല്ലേ? അതിൽ മൊത്തം ചെലന്തിയുടേതായിട്ടുള്ള എനർജിയാണല്ലോ യഥാർത്ഥത്തിൽ. അത് കൂടാതെ ചെലന്തി അതിലിങ്ങനെ കറങ്ങി നടക്കുന്നു, അല്ലേ? അന്നേരം ചെലന്തി വല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രഹ്മൻ. എന്നിട്ട് ചെലന്തി ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അത് പരമാത്മാവ്. എന്നിട്ട് ഒരു സമയത്ത് ചെലന്തി എവിടെയുണ്ടോ അത് ഭഗവാൻ. അന്നേരം എല്ലാം ഈ ചെലന്തിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ശ്രീമദ് ഭാഗവത്തിൽ ദശമസ്കന്ധം 14-ാമത്തെ അധ്യായം 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എല്ലാ ജീവാത്മാക്കളെയും ഭഗവാനാണ് നിലനിർത്തുന്നത്, ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്. പക്ഷെ ഈ പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു വിസ്തരണം മാത്രമാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ നമുക്ക് ഭക്തിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പഠിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭക്തർക്ക് ചോദിക്കാം. ഭഗവാനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സമീപിക്കാം? ഒന്ന്, ജ്ഞാനമാർഗത്തിലൂടെ, ബ്രഹ്മ ഉപാസനയിലൂടെ, അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ പരമാത്മാവായിട്ട്, പക്ഷെ സർവോപരി ഭക്തിയിലൂടെ ഭഗവാനായിട്ട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പഠിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഭക്തർക്കുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഇതുവരെയുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ചർച്ചകളെക്കുറിച്ച് എന്ന് കമൻസിലിടാം.
എല്ലാവരും ഓക്കെ അല്ലേ? എന്നാൽ ഇനി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നാളെയാണ് ഗൗർ പൂർണിമ. മാക്സിമം ഭക്തരും ഗുരുവായൂരിൽ വരാൻ ശ്രമിക്കുക. വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഭഗവാന് വേണ്ടി പ്രസാദ വിതരണമൊക്കെ ചെയ്യുന്നുണ്ട്. നാളെ ഭഗവാന്റെ അഭിഷേകം നടക്കും, പുഷ്പാഭിഷേകം ഉണ്ടായിരിക്കും. പറ്റുന്ന ഭക്തർക്ക് അതിനായിട്ടൊക്കെ സംഭാവന ചെയ്യാം. ഹോമം നടക്കും രാവിലെ. ഇതെല്ലാം വളരെ അത്യപൂർവമായിട്ടുള്ള നിമിഷമാണ്. രാവിലെ മുതൽ ആഘോഷം ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ ദിവസവും ആഘോഷമുണ്ട്. എല്ലാ ദിവസവും ഭക്തർ പ്രസാദ വിതരണവും പുസ്തക വിതരണവുമായിട്ടൊക്കെ പ്രചരണത്തിനായിട്ട് പോകുന്നുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കുകയെന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു സ്റ്റേജൊക്കെ പണി അവിടെ പ്രോഗ്രാംസ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം അത്രയും നമുക്ക് ഫണ്ട്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ ചുരുക്കിയാണ് ഗൗർ പൂർണിമ ഇപ്പോൾ ഇതാക്കിയത്. അതുകൊണ്ട് ഉള്ളത് വെച്ച് മാക്സിമം നമുക്ക് ചെയ്യാം. ഭഗവാന് ഏറ്റവും ഇഷ്ടം പ്രചരണമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നു. എല്ലാ ദിവസവും പ്രസാദനം ചെയ്യുന്നു. അന്നേരം പ്രസാദനത്തിനൊന്നും അധികം കോൺട്രിബ്യൂഷൻസ് ലഭിച്ചില്ല. പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചങ്ങ് ചെയ്യുകയാണ്. അന്നേരം അതൊന്നും കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് പറ്റും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇന്നലെയും പ്രസാദനം ചെയ്തു, ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. അന്നേരം കാരണം പ്രസാദ വിതരണത്തിലൂടെ നമ്മൾ ഒരു ജീവാത്മാവിന് ഏറ്റവും കൂടുതൽ കാരുണ്യം കൊടുക്കുകയാണ്. ഇത് അന്നദാനമല്ല, പ്രസാദ വിതരണം. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? അന്നദാനം എന്ന് പറഞ്ഞാൽ പ്രസാദമല്ല. ഇത് ഭക്തർ തന്നെ ഭക്ഷണം തയ്യാറാക്കി ഭഗവാൻ നിവേദിച്ച പ്രസാദം. അത് പാവപ്പെട്ടവർക്ക് കൊടുത്താലും പണക്കാർക്ക് കൊടുത്താലും എല്ലാവർക്കും അത് പ്രയോജനമുള്ളതാണ്. കാരണം എല്ലാവരും ജീവാത്മാക്കളാണ്. എല്ലാവരും ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് വരാൻ കഴിയണം. അതിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രസാദം എന്ന് പറയുന്നത്. അന്നേരം പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആധ്യാത്മിക ഊർജം നിറയും. അവർക്ക് ഭക്തിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവർക്ക് ജപിക്കാൻ തോന്നും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ജപിക്കാൻ തോന്നും. അത് ഏറ്റവും വലിയ ഒരു സേവനമാണ് പ്രസാദ വിതരണവും പുസ്തക വിതരണവും. അതാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഗുരുവായൂർ കിഴക്കേ നടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നാളെയും ചെയ്യും. നാളെ വൈകുന്നേരം രാത്രി വരെ അത് ചെയ്യാൻ പ്ലാനുണ്ട് ഗൗർ പൂർണിമയോട് കൂടി. അതേസമയത്ത് ഇവിടെയും ആശ്രമത്തിലും അഭിഷേകം, ആരതി, പുഷ്പാഭിഷേകം അതൊക്കെ നടക്കുന്നതായിരിക്കും കേട്ടോ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.